ഹലോ എവറിവൺ, പുതിയ വീഡിയോ ക്ലാസ്സിലോട്ട് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന വാല്യൂ ഓഫ് റൈറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ കമ്പനി ഓഫേഴ്സ് to its shareholder the right to buy one share of ₹100 each at a price of 150 for every 3 shares of ₹100 each held. കമ്പനി റൈറ്റ് ഇഷ്യൂ നടത്തുന്നത് ഓരോ 3 ഷെയർ കൈവശം വെച്ചിട്ടുള്ള ഒരാൾക്ക് 1 അഡീഷണൽ ഷെയർ കിട്ടും. ആ ഒരു രീതിയിലാണ് കമ്പനി റൈറ്റ് ഇഷ്യൂ നടത്തുന്നത്. ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് ₹150. ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് ₹150 ആണ്. 150 രൂപക്കാണ് കമ്പനി റൈറ്റ് ഇഷ്യൂ നടത്തുന്നത്. അതായത് ഓരോ 3 ഷെയർ കൈവശം വെച്ചിട്ടുള്ള ഒരാൾക്കും അഡീഷണൽ ഒരു ഷെയർ കിട്ടും. ദാറ്റ് മീൻസ് 1:3 കമ്പനി റൈറ്റ് ഇഷ്യൂ നടത്തുന്നത്. And the market value of the share is ₹200. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 200 ആണ്. സോ നമ്മോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൈറ്റ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൈറ്റ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വാല്യൂ ഓഫ് റൈറ്റ് കാണേണ്ടത്, എത്ര മെത്തേഡുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാല്യൂ ഓഫ് റൈറ്റ് കാണാൻ വേണ്ടിയിട്ട് 2 മെത്തേഡുകളാണുള്ളത്. ഒന്നാമത്തെ മെത്തേഡിൽ 3 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് കാണുന്നത്. ദെൻ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്ന ഒരൊറ്റ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ ഓഫ് റൈറ്റ് കാണാം. അപ്പോൾ നമ്മൾ ആ മെത്തേഡ് ഒന്നുകൂടെ നോക്കാം. കാൽക്കുലേറ്റ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് ആൾ ഷെയർസ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് മെത്തേഡിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് ആൾ ദ ഷെയർസ്. ദെൻ 2 കാൽക്കുലേറ്റ് ദ ആവറേജ് പ്രൈസ് ഓഫ് ഷെയർസ്. ദെൻ മൂന്നാമത് ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒന്നാമത്തെ മെത്തേഡ് വെച്ചിട്ട് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, മെത്തേഡ് നമ്പർ 1 ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് ആൾ ദ ഷെയർസ്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് ആൾ ദ ഷെയർസ്. ഇക്വേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി existing shares plus market price of existing shares plus issue price of proportionate right issue. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ടോട്ടൽ പ്രൈസ്. ഒന്നാമതായിട്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്. മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് എന്ന് പറയുന്നത്, മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 200 ആണ്. സോ നിലവിൽ എത്ര ഷെയർസ് ഉണ്ടായിരുന്നു? നിലവിൽ 3 ഷെയർ ആണ് ഉണ്ടായിരുന്നത്. സോ മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ എന്ന് പറയുന്നത് 3 × 200, ദാറ്റ് ഈസ് ₹600. ദെൻ ഇഷ്യൂ പ്രൈസ് ഓഫ് പ്രൊപ്പോർഷനേറ്റ് റൈറ്റ് ഇഷ്യൂ. അതായത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എത്ര ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്? 1 അഡീഷണൽ ഷെയർ ആണ് ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 150. സോ ആൻസർ വിൽ ബി 150. സോ ടോട്ടൽ 750 ആണ് എന്ത് വരുന്നത്? ടോട്ടൽ പ്രൈസ് ഓഫ് ആൾ ഷെയർസ് വരുന്നത്. സോ ഒന്നാമത്തെ മെത്തേഡിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് ആൾ ദ ഷെയർസ്.
ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 750. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ആവറേജ് പ്രൈസ് ഓഫ് ഷെയർസ്. കാൽക്കുലേറ്റ് ദ ആവറേജ് പ്രൈസ് ഓഫ് ഷെയർസ്. കാൽക്കുലേറ്റ് ദ ആവറേജ് പ്രൈസ് ഓഫ് ഷെയർസ്. കാൽക്കുലേറ്റ് ആവറേജ് പ്രൈസ് ഓഫ് ഷെയർസ്. ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് ആവറേജ് പ്രൈസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രൈസ് ആസ് പെർ സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1ൽ നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ പ്രൈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് number of right shares. So average price is equal to 750 divided by total number of shares എന്ന് പറയുന്നത് number of existing shares plus 1. So 750 divided by 4. 750 divided by 4. 750 divided by 4. Answer will be 187.5. So average price എന്ന് പറയുന്നത് 187.5 ആണ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മെത്തേഡിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ആവറേജ് പ്രൈസ് ഓഫ് ദി ഷെയർസ്. ആവറേജ് പ്രൈസ് ഓഫ് ദി ഷെയർസ്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് റൈറ്റ്. ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് റൈറ്റ്. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡിറ്റർമൈൻ വാല്യൂ ഓഫ് റൈറ്റ്. ഇക്വേഷൻ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് റൈറ്റ് ഈസ് ഈക്വൽ ടു is equal to market price of a share minus average price. So answer will be market price എന്ന് പറയുന്നത് എത്രയായിരുന്നു? 200 ആണ്. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 200 ആണ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 200 ആണ്. സോ 200 മൈനസ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 187.5 ആണ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്. സോ വാല്യൂ ഓഫ് റൈറ്റ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ മൈനസ് ആവറേജ് പ്രൈസ് ഓഫ് എ ഷെയർ. ആവറേജ് പ്രൈസ് ഓഫ് എ ഷെയർ ആണ് കേട്ടോ. നമ്മൾ പെർ ഷെയർ ആണ് വാല്യൂ ഓഫ് റൈറ്റ് കാണുന്നത്. സോ ആൻസർ വിൽ ബി 200 മൈനസ് 187.5. 200 മൈനസ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ മൈനസ് ആവറേജ് പ്രൈസ്. ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 187.5. ആൻസർ വിൽ ബി 12.5. So value of right is equal to എന്താണ്? വാല്യൂ ഓഫ് റൈറ്റ് വിൽ ബി 12.5. ഇതാണ് നമ്മൾ ഒന്നാമത്തെ മെത്തേഡിൽ നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് കാണാനുള്ള രീതി എന്ന് പറയുന്നത്. 3 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് കാണുന്നത്. ഇനി മെത്തേഡ് നമ്പർ 2 എന്ന് പറയുന്നത്, ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡിൽ എങ്ങനെയാണ് വാല്യൂ ഓഫ് റൈറ്റ് കാണേണ്ടത് എന്നുള്ളതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. മെത്തേഡ് നമ്പർ 2. മെത്തേഡ് നമ്പർ 2.
ഓക്കെ, മെത്തേഡ് നമ്പർ 2 എന്ന് പറയുന്നത് ഒരൊറ്റ ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് വാല്യൂ ഓഫ് റൈറ്റ് കാണുന്നത്. ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂ ഓർ റൈറ്റ് ഷെയർസ്, പുതുതായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസിൻ്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആൾ ഷെയർസ്, ദാറ്റ് മീൻസ് എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് ഫ്രഷ് ഇഷ്യൂ ഇൻടു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. സോ നമുക്ക് എന്തെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്? നമ്പർ ഓഫ് ന്യൂ ഷെയർസ് കിട്ടണം, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കിട്ടണം, മാർക്കറ്റ് പ്രൈസ്, ഇഷ്യൂ പ്രൈസ്. ഇത്രയും കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് വാല്യൂ ഓഫ് റൈറ്റ് കാണാം. ആദ്യമേ തന്നെ റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത് റൈറ്റ് ഷെയർസ് ഈസ് ഈക്വൽ ടു 1 ആണ്. ദെൻ എക്സിസ്റ്റിംഗ് ഷെയർ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർസ് എന്ന് പറയുന്നത് 3 ആണ്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഈസ് ഈക്വൽ ടു total number of shares is equal to right shares plus existing shares, that is 1 plus 3, that is 4 ആണ് total number of shares വരുന്നത്. then market price ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? മാർക്കറ്റ് പ്രൈസ് 200 ആണ്. സോ മാർക്കറ്റ് പ്രൈസ് 200. ദെൻ ഇഷ്യൂ പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 150 ആണ് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇഷ്യൂ പ്രൈസ് 150. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂ ഓർ അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ എന്ന് പറയും, അല്ലെങ്കിൽ right shares divided by total number of all shares into market price minus issue price. Okay, so in equation ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വാല്യൂ ഓഫ് റൈറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂ ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത് 1 ആണ്. സോ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 4. 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 200 ആണ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 200 മൈനസ് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 150 ആണ്. 150. സോ ആൻസർ വിൽ ബി എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 200 മൈനസ് 150, ദാറ്റ് ഈസ് 50 ആണ്. സോ 50ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 50 ഡിവൈഡഡ് ബൈ 4, ആൻസർ വിൽ ബി 12.5. സോ രണ്ട് മെത്തേഡിൽ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ആൻസർ എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. വാല്യൂ ഓഫ് റൈറ്റ് ഈസ് ഈക്വൽ ടു 12.5. ഓക്കെ, സോ ഇതാണ് രണ്ട് മെത്തേഡിൽ നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് കാണേണ്ട രീതി എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. രണ്ട് മെത്തേഡാണ് നിലവിലുള്ളത്, മെത്തേഡ് നമ്പർ 1 ആൻഡ് മെത്തേഡ് നമ്പർ 2. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ 3 സ്റ്റെപ്പുകളാണ് വരിക. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് ആൾ ഷെയർസ്, ദെൻ കാൽക്കുലേറ്റ് ആവറേജ് പ്രൈസ് ഓഫ് ഷെയർസ്, ദെൻ ലാസ്റ്റ് വൺ ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് റൈറ്റ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് 3 സ്റ്റെപ്പ് വി ക്യാൻ യൂസ് 1 ഇക്വേഷൻ, ദാറ്റ് ഈസ് ഒരൊറ്റ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് വാല്യൂ ഓഫ് റൈറ്റ് കാണാം. സോ വാല്യൂ ഓഫ് റൈറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇനിയും പ്രോബ്ലവുമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പെർസെൻറ്റേജ് ഇൻക്രീസും ഷെയർ ക്യാപിറ്റൽ വരുന്ന ഒരു കേസും കൂടെ നമ്മൾ ഈ ഒരു വാല്യൂ ഓഫ് റൈറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുവരേക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.